2015 ജനുവരി മാസം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് വരാൻ പോകുന്നു. റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള വിശിഷ്ട അതിഥികളുടെ ലിസ്റ്റ് നോക്കുകയാണ് മോദി. അതിഥികളായി നിർദ്ദേശിക്കപ്പെട്ടവരുടെ പേര് കണ്ടപ്പോൾ മോദിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. വിശിഷ്ട അതിഥി ആരുമില്ലേ എന്ന് മോദി ചോദിച്ചു. ഈ ചോദ്യത്തോടെ മോദി അസ്വസ്ഥനാണ് എന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായി. അന്ന് US അംബാസഡർ ആയിരുന്നു ജയശങ്കർ. അദ്ദേഹത്തിന് മോദിയുടെ സന്ദേശം എത്തി. മോദിയുടെ സന്ദേശം കിട്ടിയ ഉടനെ ജയശങ്കർ വൈറ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു. റിപ്പബ്ലിക് ഡേ ദിനത്തിൽ മുഖ്യ അതിഥിയായി US പ്രസിഡന്റ് ബറാക് ഒബാമ. അതായിരുന്നു ജയശങ്കറിന്റെ ലക്ഷ്യം. ബറാക് ഒബാമയുടെ ഇന്ത്യ സന്ദർശനം ചരിത്രപരമായിരിക്കും. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം ഇന്ത്യ മഹാരാജ്യത്തിന് ഏറെ പ്രധാനപ്പെട്ട ദിവസവുമാണ് എന്ന കാര്യം US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ മുതിർന്ന ഉപദേഷ്ടാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. അതോടെ US സംഘത്തിന് താല്പര്യമായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്ത്യയുടെ അതിഥിയായി വരാമെന്ന് ഒബാമ സമ്മതിച്ചു. നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട ജയശങ്കർ മോദിയുടെ ദൂതുമായി ലോകമെങ്ങും പറന്നെത്തുന്ന നേതാവ്. BJP A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ രംഗത്തിറക്കുന്നത് ഒരു താര സ്ഥാനാർത്ഥി ആവുമെന്ന ചർച്ചകൾ ചൂടേറുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആരാവും തിരുവനന്തപുരത്ത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളീയർ. തെക്കേ ഇന്ത്യയിൽ മുഴുവൻ കോളിളക്കമുണ്ടാക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് സ്വപ്നം കാണുന്നവരും കുറവല്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ കേൾക്കുന്ന മറ്റൊരു പേരാണ് മോദിയുടെ പ്രിയപ്പെട്ട ജയശങ്കർ. തിരുവനന്തപുരത്തോ രാജ്യത്തെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ ജയശങ്കർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ല. എന്നാൽ ഉറപ്പോടെ പറയാനാവുന്ന ഒരു കാര്യമുണ്ട്: ജയശങ്കറെ മോദി ഒരിക്കലും കൈവിടില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നേതാവാക്കി മോദിയെ മാറ്റുന്നതിന് പിന്നിലെ കരുത്തുറ്റ കൈകളിൽ ജയശങ്കർ എന്ന നയതന്ത്രജ്ഞന്റെ പങ്ക് വലുതാണ്. വിദേശ നയം രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യയെ രാജ്യാന്തര ശക്തിയായി പ്രതിഷ്ഠിക്കുന്നതിലും മോദിയെ ലോക നേതാവായി അവതരിപ്പിക്കുന്നതിലും ഈ നയതന്ത്രജ്ഞന്റെ നൈപുണ്യത്തിന് പങ്കുണ്ട്. ജയശങ്കർ മോദിക്ക് പ്രിയപ്പെട്ടവനായത് എങ്ങനെയെന്ന കഥയാണ് ഈ വീഡിയോ. ഒബാമയിലൂടെ മോദിയുടെ മനസ്സിലേക്ക് കുടിയേറിയ ആളാണ് ജയശങ്കർ. US പ്രസിഡന്റിന്റെ വരവ് മോദിക്ക് നിർണായകമായിരുന്നു. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2005 അമേരിക്ക മോദിക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത് കലാപമായിരുന്നു അതിനുള്ള പ്രധാന കാരണം. എന്നാൽ മോദി പ്രധാനമന്ത്രിയായപ്പോൾ നിരോധനം നീക്കുകയും US സന്ദർശിക്കുകയും ചെയ്തു. ആ മുറിപ്പാടുകൾ മായ്ക്കാനുള്ള മരുന്നായിരുന്നു US പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. മറ്റേതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും മോദി അത് ആഗ്രഹിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ ഒബാമ വിശിഷ്ട അതിഥിയായി എത്തിയാൽ അത് രാജ്യാന്തര തലത്തിൽ മോദിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഗുണകരമാണ് എന്ന് മോദിക്ക് അറിയാമായിരുന്നു. മോദിയുടെ ഈ ആഗ്രഹം കറക്റ്റ് സമയത്ത് മനസ്സിലാക്കാൻ ജയശങ്കർക്ക് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ മനസ്സ് വായിച്ച് ഒബാമയെ വിശിഷ്ട അതിഥിയായി എത്തിച്ചു. മോദിക്ക് ജയശങ്കറിലുള്ള വിശ്വാസം ഇരട്ടിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു US പ്രസിഡന്റാണ് ഒബാമ. ഇത്രയും മിടുക്കനായ നയതന്ത്രജ്ഞനെ സ്വന്തമാക്കാൻ തന്നെ മോദി തീരുമാനിച്ചു. ആ സമയത്ത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ്. വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗിനെ തേടി സുഷമ സ്വരാജിന്റെ ഓഫീസിൽ നിന്നും അവിചാരിതമായി ഒരു ഫോൺ കോൾ വന്നു. റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞ് ജനുവരി 28 ഉച്ചയ്ക്ക് 2 സുഷമയ്ക്കൊപ്പം ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. സുഷമയുടെ ഓഫീസിലെത്തിയ സുജാത ഔദ്യോഗിക കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് സുജാതയോട് ഒട്ടും പ്രതീക്ഷിക്കാത്ത, സുജാതയെ നിരാശപ്പെടുത്തുന്ന ആ കാര്യം സുഷമ സ്വരാജ് അറിയിക്കുന്നത്. സുജാതയെ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കും. പകരം ജയശങ്കറെ നിയമിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സെക്രട്ടറി പദത്തിൽ സുജാതയ്ക്ക് 7 മാസം കൂടെ ബാക്കിയുണ്ട്. സുജാതയെ തുടരാൻ അനുവദിക്കുന്നതിൽ മോദിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. സുജാതയെ മാറ്റുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് സുഷമ ആവശ്യപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രി സമ്മതിച്ചില്ല. ജയശങ്കറെ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി തീരുമാനിച്ചു. ജയശങ്കർ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് തലേന്നായിരുന്നു ഉത്തരവ്. ജയശങ്കറിന്റെ നിയമനത്തോടെ വിദേശകാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും പിടിമുറുക്കി. ഒബാമയുടെ സന്ദർശനം മാത്രമല്ലായിരുന്നു ജയശങ്കർക്ക് നറുക്ക് വീഴാനുള്ള കാരണം. മോദിക്ക് ജയശങ്കർ എന്ന കരുത്തനായ നയതന്ത്രജ്ഞനെ നേരത്തെ നോട്ടമുണ്ടായിരുന്നു. മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചൈനയുടെ അംബാസിഡർ ആയിരുന്നു ജയശങ്കർ. അന്ന് മോദി നിരവധി തവണ ചൈന സന്ദർശിച്ചിരുന്നു. ആ സമയത്താണ് മോദിയും ജയശങ്കറും സുഹൃത്തുക്കളാകുന്നത്. ജയശങ്കറിന്റെ കഴിവുകൾ മോദിയെ ആകർഷിച്ചു. പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ US സന്ദർശനം വിജയമാക്കിയും ജയശങ്കർ മോദിയുടെ വിശ്വാസം കാത്തു. ജയശങ്കറിന് അമേരിക്കയുമായുള്ള ദീർഘകാല ബന്ധം, മോദിക്ക് താല്പര്യമുള്ള രാജ്യങ്ങളായ
ചൈന, ജപ്പാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ജയശങ്കറിനുള്ള പ്രവർത്തന പരിചയം. ആണവ നയതന്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ജയശങ്കർ ഇന്ത്യ-US ആണവ കരാറിന്റെ അണിയറ ശില്പികളിൽ പ്രധാനിയാണ്. ഇക്കാര്യങ്ങളൊക്കെ ജയശങ്കർ എന്ന പേര് മോദി ഉറപ്പിക്കാൻ കാരണമായി. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മന്ത്രിസഭ ഉടച്ചുവാർന്നു. സുഷമ സ്വരാജ്, മേനക ഗാന്ധി, സുരേഷ് പ്രഭു, JP നദ്ദ, രാധാ മോഹൻ സിംഗ്, ജുവൽ ഒറാം തുടങ്ങി മുതിർന്ന 10 ക്യാബിനറ്റ് മന്ത്രിമാരെ ഒഴിവാക്കി. എന്നാൽ അവിടെയും തന്റെ പ്രിയപ്പെട്ട ജയശങ്കറിന്റെ മേലുള്ള കരുതൽ മോദി പ്രകടമാക്കി. വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ജയശങ്കറിനെ സുഷമ സ്വരാജിന്റെ പിൻഗാമിയായി വിദേശകാര്യ മന്ത്രിയാക്കി. മോദിയുടെ ഈ തീരുമാനം പലരെയും അത്ഭുതപ്പെടുത്തി. അജിത് ഡോവലിനെ മാറ്റേണ്ടി വന്നാൽ പകരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയോഗിക്കാൻ പറ്റിയ ആളായിട്ടാണ് ജയശങ്കറെ കണ്ടിരുന്നത്. മോദിയുടെ വിദേശ നയം 3 വർഷം കൈകാര്യം ചെയ്ത ജയശങ്കറിന് 2019 പത്മശ്രീ ബഹുമതിയും നൽകി. കേന്ദ്ര മന്ത്രിസഭയിൽ പദവി കൊണ്ട് 4ാം സ്ഥാനത്താണെങ്കിലും സ്വദേശത്തും വിദേശത്തും മോദിയുടെ ആശയ പ്രചാരകനായി ഒന്നാമതാണ് ജയശങ്കർ. ലാളിത്യമുള്ള പെരുമാറ്റത്തിലൂടെ ഇന്ത്യ മുഴുവനുള്ള BJP പ്രവർത്തകരുടെ മനം കവരുവാനും മൂർച്ചയുള്ള വാക്കുകളിലൂടെ പാകിസ്ഥാന് താക്കീത് നൽകുവാനും ഒരേപോലെ സാധിക്കുന്ന ഒരാളാണ് ജയശങ്കർ. IFS-ൽ നിന്നും വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കാനിരുന്ന ആളായിരുന്നു ജയശങ്കർ. അദ്ദേഹത്തെ 2015 വിദേശകാര്യ സെക്രട്ടറിയായും 2019 വിദേശകാര്യ മന്ത്രിയായും നിയോഗിച്ച് നയതന്ത്ര രാഷ്ട്രീയ ജീവിതത്തിന്റെ പുതിയ ഇന്നിംഗ്സിലേക്ക് കൈപിടിച്ചത് മോദിയാണ്. അദ്ദേഹം അതിന്റെ കൂറും കടപ്പാടും എപ്പോഴും കാത്തു സൂക്ഷിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിൽ സ്വാധീനം ഉറപ്പിക്കാനും വിദേശ നയത്തിൽ ഹിന്ദു ദേശീയതയ്ക്ക് പ്രാമുഖ്യം ലഭിക്കാനും മോദിക്കുള്ള കാലമായി ജയശങ്കർ മാറി. അജിത് ഡോവൽ അണിയറയിലും ജയശങ്കർ അരങ്ങിലും നിറഞ്ഞു. മോദി ഭരണകൂടത്തിനെതിരായ ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും നേരിട്ട് പ്രതിരോധം തീർക്കുന്ന കരുത്തനായി. വിദേശകാര്യ മന്ത്രിയാകുന്ന ആദ്യ വിദേശകാര്യ സെക്രട്ടറിയാണ് ജയശങ്കർ. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. മുൻ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും പ്രമുഖ രാജ്യാന്തര സ്ട്രാറ്റജിക് അഫയേഴ്സ് വിദഗ്ധനും പത്രപ്രവർത്തകനുമായ K. സുബ്രഹ്മണ്യത്തിന്റെയും സുലോചനയുടെയും മകനായി 1955 തമിഴ്നാട്ടിലാണ് ജനനം. ഡൽഹി JNU ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം MA-യും MPhil-ഉം PhD-യും JNU-ലാണ് പൂർത്തിയാക്കിയത്. 1977 ബാച്ച് IFS ഓഫീസറാണ് ജയശങ്കർ. മോദിയോടൊപ്പം കൂടിയാൽ അവധിയില്ലാതെ പ്രവർത്തിക്കണമെന്ന് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. മോദി സർക്കാരിന്റെ ഭാഗമായാൽ 1-2 ആഴ്ച അവധിയെടുക്കുന്നത് അസാധ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. മന്ത്രിമാർക്ക് മാത്രമല്ല ഈ അവസ്ഥ. വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും കൂടുതൽ ദിവസം അവധിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ജയശങ്കർ പറയുന്നു. പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളിലും നയതന്ത്രത്തിന്റെ മിക്ക തത്വങ്ങളും ഉണ്ടെന്നാണ് ജയശങ്കറിന്റെ പക്ഷം. വിദേശകാര്യ നയതന്ത്രങ്ങളിൽ ഭാരത സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുവാൻ ജയശങ്കർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മോദിക്കും സർക്കാരിനുമെതിരെ ആഗോള വേദികളിൽ ഉയരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ ജയശങ്കർ ഒരാൾ മതി. രാജ്യവിരുദ്ധ പ്രചാരങ്ങൾക്ക് മയമില്ലാതെ തിരിച്ചടിക്കാൻ ജയശങ്കറിന് കരുത്തുണ്ട്. വിദേശകാര്യ മീറ്റിംഗുകളിൽ ഇന്ത്യയെ വിമർശിക്കുന്ന പല നേതാക്കളും ജയശങ്കറിന്റെ ചാട്ടുളി പോലുള്ള മറു ചോദ്യങ്ങളിലും പ്രതികരണങ്ങളിലും തല താഴ്ത്തിയിരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. കോവിഡ് മരണസംഖ്യയെപ്പറ്റി വിവാദമുണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നായിരുന്നു ജയശങ്കറിന്റെ മറുചോദ്യം. ചൈനയുമായുള്ള അതിർത്തി സംഘർഷം വിഷയമായപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ പറ്റിയായി ജയശങ്കറിന്റെ ചോദ്യം. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിനെ കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി ചർച്ചയായപ്പോൾ 1984 സിഖ് കൂട്ടക്കൊലയെ കുറിച്ചും മറു ചോദ്യങ്ങൾ തൊടുത്തു. ജയശങ്കറിന്റെ മൂർച്ചയേറിയ വാക്കുകൾ മിക്കപ്പോഴും ഇന്ത്യ വിരുദ്ധർക്കും മോദി വിരുദ്ധർക്കുമുള്ള മറുപടിയായിരുന്നു. വികാസ് പുരുഷനായി 2014 മോദി പ്രധാനമന്ത്രിയായപ്പോൾ ഭൂതകാലത്തിന്റെ നിഴൽ പിന്തുടർന്നിരുന്നു. വിദേശത്ത് വസുദൈവ കുടുംബത്തിന്റെ പ്രചാരകനാണ് മോദി. അതിൽ താങ്ങായി ജയശങ്കറിനെയാണ് മോദി കൂടെ കൂട്ടിയത്. ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും വസുദൈവ കുടുംബകം എന്ന ആശയത്തെയും ഒരേ പ്രാധാന്യത്തോടെ വിദേശ നയത്തിൽ ഉൾപ്പെടുത്താൻ ജയശങ്കർ വിജയിച്ചു. ആ നയതന്ത്ര വിജയം തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയിലെ ഒരു പ്രധാന ഘടകവും. രാജ്യാന്തര ഉച്ചകോടി മുതൽ മേൽപ്പാല നിർമ്മാണം വരെയുള്ള വ്യത്യസ്ത മേഖലകളിൽ ജയശങ്കറിന്റെ നോട്ടമെത്തും. ഇന്ത്യ അധ്യക്ഷത വഹിച്ച G20 ഉച്ചകോടിയെ ഡൽഹിയിലെ 5 ചതുരശ്ര കിലോമീറ്ററിൽ ഒതുക്കാതെ കേരളത്തിലടക്കം 60 നഗരങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ച് ജനകീയമാക്കി. അങ്ങനെ നാട്ടിലും മറുനാട്ടിലും ഉച്ചകോടിയെ വൻ സംഭവമാക്കുന്നതിന് ജയശങ്കറിന് സാധിച്ചു. റെയിൽ, കപ്പൽ മാർഗങ്ങളിലൂടെയുള്ള ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്കും G20 ഉച്ചകോടിയിൽ ധാരണയായി. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളോട് വെട്ടി തുറന്നു പറഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തിലെ BJPയുടെ പ്രവർത്തനങ്ങൾ ചൂടുപിടിപ്പിക്കുന്നതിനായി ജയശങ്കർ
3 ദിവസം കേരളത്തിലും എത്തി. പിണറായിയെ ചൊടിപ്പിച്ച ആളെന്ന പേരും ജയശങ്കറിനുണ്ട്. കഴക്കൂട്ടം മേൽപ്പാലം കാണാൻ പോയപ്പോഴെടുത്ത ചിത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിച്ചു. ലോകത്തിലെ പല സംഭവ വികാസങ്ങളിലും പങ്കുവഹിക്കാനുള്ള കേന്ദ്രമന്ത്രി പാലത്തിന് മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യം തോന്നിയെന്ന് പിണറായി കളിയാക്കി. പിണറായിക്ക് ചാട്ടുളി പോലെയുള്ള മറുപടി കൊടുക്കാൻ ജയശങ്കർ മറന്നില്ല. വികസനത്തിന് മേൽ രാഷ്ട്രീയം പ്രതിഷ്ഠിക്കരുത് എന്നായിരുന്നു ജയശങ്കറിന്റെ മറുപടി. മോദിയുടെ ദൂതുമായി ലോകമാകെ പറന്നു നടക്കുന്ന ജയശങ്കർ മോദിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് തേടി എവിടെയാകും ലാൻഡ് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.